ഇപ്പോൾ നമസ്കാരമുണ്ട്. ഏറ്റവും ലാഭമുള്ള പണിയാണ് നമ്മളിത് ചെയ്യാൻ പോണത്. അതായത് വെൽഡിങ് വർക്കിൽ ഏറ്റവും ലാഭമുള്ള പണി എന്തിനാണെന്നറിയാമോ? ഇവിടെ ഒരു 4 ഷീറ്റ് ഇടാനുള്ളൂ, 12 അടി നീളമുള്ളത്. അപ്പോൾ അതെങ്ങനെ ഏറ്റവും ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരു വർക്ക് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂർ മതി. അപ്പോൾ 2 മണിക്കൂറും കൊണ്ട് ആ ഒരു വർക്ക് ചെയ്ത് എത്ര വീട്ടിൽ ചെയ്യാൻ പറ്റും? 4 വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാഭമല്ലേ? അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് പണിതെന്നും പറഞ്ഞുകൊണ്ട് ലേബർ കുറച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കഴിവല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എടാ 3 ഡ്രസ്സ് ഉണ്ട്. 3 ഡ്രസ്സ് കട്ട് ചെയ്യാനായിട്ട് എത്ര നേരം വേണം? അപ്പോൾ ആ പറലിന് കട്ട് ചെയ്യാനായിട്ടാ, അപ്പോൾ ഇത് താഴത്തിൽ സെറ്റ് ചെയ്യാനായിട്ടാ, അപ്പോൾ ഇത് പെയിന്റ് അടിക്കാനാ, അപ്പോൾ ഇത് മുകളിൽ കയറ്റാനാ, പിന്നെ ഷീറ്റ് അടിക്കാനാ. സമയം 9:09 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ. കാരണം 2 മണിക്കൂറത്തെ വീഡിയോ എന്തായാലും ആരും കണ്ടിരിക്കില്ല. 10 മിനിറ്റത്തെ വീഡിയോ തന്നെ കാണുമെന്ന് സംശയമാണ്. എന്നാലും നിങ്ങളത് കാണണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കാണിക്കുന്നുണ്ട്, എത്ര മണിയായി എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും എന്നെ തെറി പറയാനായിട്ട് വരും. അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്ന് ആവശ്യമുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കോ. ഇത് 1 മണിക്കൂറായപ്പോഴേക്കും ഞങ്ങൾ റാഫ്റ്ററെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പർലിങ് ഓടിച്ചത് പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളത് ഈ ഫ്രെയിം പൊക്കി കയറ്റി വെക്കലുണ്ടാ. പിന്നെ 4 വീട്ടിൽ പണിത് ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീട് അപ്പുറം ഇപ്പുറം മുട്ടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രെയിം പൊക്കി കയറ്റി വെച്ചൊരു സപ്പോർട്ടും കൊടുത്തിട്ടേ നമ്മൾ പോസ്റ്റ് ഇടാനുള്ള കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:20 ആയിട്ടാണ്. നമ്മൾ 9:09 വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ വർക്ക് തീർക്കോട്ടാ. ഇനിയും സമയമുണ്ട്. ഇതേ ഇപ്പോൾ 10:32 ആയിട്ടാണ്. അങ്ങനെ ഫ്രെയിമെല്ലാം പൊക്കി കയറ്റി വെച്ചെങ്കിൽ ഇനി ഷീറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഷീറ്റ് അടിക്കുമ്പോഴേക്കും അടിയിൽ നിന്ന് ഒരാൾ പെയിൻറ്റിങ് ഒക്കെ ടച്ച് ചെയ്ത് അതിൻ്റെ പരിപാടി ഞങ്ങൾ തീർക്കും. സമയം 10:55. ഇനി 13 മിനിറ്റ് കൂടി ഉള്ളട്ടാ. ഷീറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താഴത്ത് പാത്തിയൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. സമയം 11:07 ആയിട്ടുള്ളൂ. ഇനി 2 മിനിറ്റും കൂടി ഉള്ളൂ. ഈ റൗണ്ട് പാത്തി ഉപയോഗിക്കണ ബാക്കിൽ ഷീറ്റ് മേലെ കാല് കൊണ്ട് മുറിയാതിരിക്കാനും പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഉള്ളിലോട്ട് വെള്ളം കുത്തിത്തെറിക്കാതിരിക്കാനും വേണ്ട. കൂടുതലും ആളുകൾ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് തോന്നുന്നത് ജിയുടെ കോയിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ കോയിലോ മടക്കിയാണ് വെക്കാറുള്ളത്. പക്ഷേ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പാത്തി തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. ഫിനിഷ് 11:09 കറക്റ്റ് 2 മണിക്കൂർ വർക്ക് ഫിനിഷ്. അപ്പോൾ അതെ, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ 11:09 ആയപ്പോൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഈ വർക്ക് തീർക്കാൻ 2 മണിക്കൂർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് കറക്റ്റായിട്ട് വർക്ക് തീർന്നു. കുറേ പേര് നെഗറ്റീവായിട്ട് തെറി പറയാൻ വരും. അവരാദ്യം വന്ന് തെറി പറഞ്ഞിട്ട് വയ്ക്കും. പിന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണ കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരിക്കാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.